ഇവിടെ വെച്ച സ്വന്തം ഭാര്യ നാണക്കേടല്ലേ? ഞാൻ കിട്ടിയത് അവർക്ക് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. കിട്ടിയിട്ട് മുണ്ടാണ്ട് നടക്കുന്ന അത്ര ആൾക്കാരുടെ കൂട്ടത്തിൽ എനിക്കറിയാം. ഫ്രണ്ടിലേക്ക് തിരിക്കട്ടെ, മൊബൈലിലൊക്കെ പിടിക്കും. എനിക്കറിയാം. കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ചേട്ടൻ ട്രാവലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സുഖം. അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. നവീൻ പാലക്കാട് ആൻഡ് രതീഷ് കലാഭവനാണ്. കൃത്യം 7 മണിക്ക് തന്നെ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതായിരിക്കും. ഗവൺമെന്റ് വെച്ചിട്ട് മാത്രം കൊണ്ടുവരാത്തുള്ളൂ. അവരൊന്നും കൊടുത്തിട്ടോ ആയുർവേദ ഹലോ ശ്രീ നവീൻ പാലക്കാടും രതീഷ് കലാഭവനും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ കോമഡി ഷോ ആരംഭിക്കുകയാണ്. രതീഷ് പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും സുപരിചിതരായ ആളുകളാണ് ഇവർ രണ്ടുപേരും. നേരിട്ടല്ലെങ്കിൽ കൂടിയിട്ട് നവീൻ പാലക്കാട് വന്ന് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസിലും മഴവിൽ മനോരമയുടെ കോമഡി സർക്കസിലും അമൃത ടിവിയുടെ കോമഡി ഉത്സവത്തിലും ഒരുപാട് പ്രോഗ്രാം ചെയ്ത വ്യക്തിയാണ് നവീൻ പാലക്കാട്. രതീഷ് കലാഭവൻ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസിലും ഫ്ലവേഴ്സ് ടിവിയുടെ കോമഡി ഉത്സവത്തിലും മഴവിൽ മനോരമയുടെ കോമഡി ഫെസ്റ്റിവലിലും താരങ്ങളായ വ്യക്തികളാണ്. ഈ രണ്ട് വ്യക്തികളെയും നമുക്ക് വളരെ ഹാർദവമായി സ്വീകരിക്കാം. ഒരു വലിയ കൈയോടുകൂടി സ്വീകരിക്കാം നമുക്ക് അവർക്ക്. നവീൻ ആൻഡ് രതീഷ്, the stage is yours. Thank you. Thank you. ഒട്ടനവധി പ്രോഗ്രാമുകൾ കാണുകയും വിലയിരുത്തുകയും ചെയ്ത നിങ്ങൾക്ക് മുന്നിൽ ഈ എളിയ കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന മ്യൂസിക്കൽ കോമഡി ഷോയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം.
എല്ലാവർക്കും നമസ്കാരം. വളരെ സീരിയസ് ആയിട്ട് ഇരിക്കണം എല്ലാവരും. ഒന്ന് കൈയടിക്കാവോ? താങ്ക് യു. ഒന്ന് കൂവാൻ പറ്റുമോ? കൈയടിക്കാൻ പറഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു പലർക്കും. കൂവാൻ പറഞ്ഞപ്പോൾ യാതൊരു സംശയമില്ല. ഈ കൂവലിന്റെ പവർ തന്നെ ഒന്നോടൊന്ന് കൈയടിയോ? താങ്ക് യു സോ മച്ച് പ്രിയമുള്ളവരെ. ഇന്ന് ഇവിടെ നമ്മുടെ വലിയാറാട്ട് മഹോത്സവത്തിന്റെ ഈ വേദിയിൽ ഞങ്ങൾ 2 കലാകാരന്മാർ ഇത്തരത്തിലൊരു വേദി ഒരുക്കി തന്ന നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളോട് എല്ലാവരോടുമുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കണ്ട് കേട്ട് ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുകയാണ്. മ്യൂസിക്കൽ കോമഡി ഷോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്താണ് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ പാട്ട് പാടി മിക്കവാറും കോമഡി ആവും. നന്നായിട്ട് പാടാറിയുന്നവർ വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് തമാശയും കുറച്ച് പാട്ടുകളും എല്ലാമായിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു മണിക്കൂർ നേരം രസിച്ച് ഞങ്ങൾ പോകാം. ഞങ്ങൾ 2 കലാകാരന്മാർ മാത്രമേ ഉള്ളൂ. മറ്റേ മ്യൂസിക് വരെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടാവും. ക്ഷമിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഒന്നുകൂടെ കൈയടിക്കുക. ഈ കയ്യടിയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, വേറൊന്നുമല്ല. ഇപ്പോൾ നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഒരാളുകളാണ്. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചോളാം. അതായത് ഒരു ദിവസം 30 തവണ കൈയടിച്ചാൽ, 30 തവണയിൽ കൂടുതൽ കൈയടിച്ചാൽ മുഖസൗന്ദര്യം വർദ്ധിക്കുന്ന ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടിട്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കൈയടിച്ചു. ആരാണ് അത്? വരും, നാളെ വരും. നിങ്ങൾക്ക് റിലീസായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. എല്ലാവരും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ടിൽ അങ്ങോട്ട് തുടങ്ങാം. ഒരു നാടൻ പാട്ടാണേ. റെഡി? താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ. ഒന്ന് താഴത്ത് കൈയടിക്കാൻ പറയണേ. നമ്മുടെ പാലക്കാട് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇഷ്ടപ്പെട്ടാലും പോവും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പോവും. ഈ കൂവല് എൻ്റെ അർത്ഥം എന്തായിരുന്നു?
ഗാനമാണ്. നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി പാടാം. റെഡി? താങ്ക് യു. ഇഷ്ടായോ? ഓക്കെ. താളത്തിലെല്ലാവരും നല്ലവണ്ണം ചേർന്ന് ഉഷാറായി കഴിയുന്നത് എല്ലാവരും. താങ്ക് യു പീപ്പിൾ. ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് അടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ചേട്ടനൊരു കൈയടി കൊടുക്കും. ഓക്കെ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനും ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ചേട്ടാ അവിടെ ഹലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാക്ക് ഇല്ലാതെ ഞാൻ ഒന്ന് പാടാം. ഓക്കെ. കവിതകൾ പഠിക്കുന്നത് കൊടുകൊടു തിன்றൽ കാറ്റും വീசுது சிவநீரம் சிறு 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 என சிறுவிர படப்பட துடிக்குது இன்னும் தேகம் கூசுது சின்ன பின்னல் வண்ண பூந்தோட்டம் குட்டைக்கும் நீளம் தான் இன்று காதல் தேரோட்டம். താങ്ക് യു. ഓക്കെ ഓക്കെ, ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് നമ്മളെ.
ചേട്ടാ നമുക്ക് സമയം വളരെ കുറവാണ്. ഏയ്, ഇത്. ഏ? ഇത്? ഹലോ, അവിടെ നിന്ന് വാങ്ങിക്കൂട്ടണ്ട, എന്തുവാ അവിടെ നിന്ന് വാങ്ങിക്കൂട്ടണ്ട, ഞാൻ പറയാം. ഇത് എവിടെ നിന്നാണ് ഈ കുറ്റിയും പറിച്ചോണ്ട് വരുന്നത്? ബുദ്ധിമാനാണ്. നിങ്ങൾ എവിടെയാണ് ജനിച്ചതെന്ന് ഞാൻ ചോദിച്ചത്. പുലിശ്ശേരിയിലെ ജനിച്ചത്. പുലിശ്ശേരിയിൽ ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും പുലിശ്ശേരി ജനിച്ചെല്ലാം കുറച്ച് പാലക്കാട് മറിച്ചൊറ്റ പലിക്കല്ല. ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? നിങ്ങളുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു പരിപാടി നടക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കള്ളും കുടിച്ചോണ്ട് ഇങ്ങനെ നാണല്ലാണ്ട് കയറി വന്നാൽ ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് വില തരും? നിങ്ങൾക്ക് ഒരു പെണ്ണ് കിട്ടും ഈ നാട്ടിൽ? കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളും എനിക്ക് ഇനി പെണ്ണ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് എന്താ പറയാ? നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞു ഞാൻ വിശ്വസിക്കില്ല. എന്താ ഭാര്യയുടെ പേര്? രമണി ചേച്ചി. പൊന്നേട്ടാ, ആരെങ്കിലും ഭാര്യനെ ചേച്ചി എന്ന് വിളിക്കോ? വയസ്സിന് മൂത്തുന്ന ചേച്ചി അല്ലാണ്ട് ഞാൻ വിളിക്കാം. അത് എന്താ പേര് പറഞ്ഞേ? രമണി ചേച്ചി. രമണി ചേച്ചി. നമ്മുടെ കള്ള് ഷോപ്പിന്റെ സൈഡിൽ കൂടെ വഴി കൂടെ ഇങ്ങനെ പോയിട്ട് ഫസ്റ്റ് റൈറ്റ് അങ്ങോട്ട് കട്ട് ചെയ്താൽ നീല പെയിന്റ് അടിച്ച വീടിന്റെ മതിലെടുത്ത് അടിക്കാൻ ഞാൻ കോഴിക്കോടൊക്കെ വെച്ചിട്ടുള്ള പച്ച പെയിന്റ് അടിച്ച വീടല്ലേ? ഇത്ര നേരം ഞാൻ പരിചയപ്പെട്ടവന് മനസ്സിലായില്ല. എന്റെ ഭാര്യയുടെ പേര് കേട്ടപ്പോ വീട്ടിലേക്കുള്ള റൂട്ട് വരെ പറഞ്ഞു തന്നു. എടാ റൂട്ട് മാപ്പാ, ഒരു ദിവസം ഞാൻ 2 എണ്ണത്തിന് അടുക്കളയിൽ ഇട്ട് പോക്കോ. അതെ, നിങ്ങളുടെ സംശയം പറഞ്ഞ് എന്റെ മേത്ത് അടിച്ചേൽപ്പിക്കരുത്. സംശയമല്ല, പരമാർത്ഥ സത്യം. എന്ത് പരമാർത്ഥം? എന്റെ വീടിന്റെ അടുത്ത് ഒരു 8:30 കറണ്ട് പോകും. ആ സമയത്ത് അവള് പുറത്ത് പോയപ്പോ ഒരു 9:10 മണിയാകുമ്പോ തിരിച്ച് കയറി വരും. അപ്പൊ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോ അവള് പറയും കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയിട്ടാണ്. കോഴിക്ക് വിശക്കല്ലേ തീറ്റ കൊടുക്കണ്ടേ? ശരിയാണ്, നമ്മുടെ കോഴിക്ക് കഴിക്കുന്ന ആഹാരം എന്താ? കോഴി സാധാരണ തവിട് പിണ്ണാക്ക് അരി ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ തിന്നും. അതൊക്കെയല്ലേ കഴിക്കും? അതെ. പക്ഷെ എന്റെ കോഴിക്കൂടിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സിസർ ഫിൽറ്ററിന്റെ കുറ്റി, പാൽ ട്രാക്കിന്റെ കൂട്, ഹാൻസിന്റെ കവറ്, ഇതൊക്കെ പോട്ടെ. ഏത് കോഴിയാണ് ആ പാലക്കാരൻ നിക്കറിട്ടോണ്ട് ഓടുന്നത്? ഒരു ദിവസം ഏകദേശം എന്റെ അടുത്തെത്തി ഞാൻ പിടിക്കും. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങളുടെ ഈ സ്വഭാവം കാരണം ഇന്നാളെ തിയേറ്ററിൽ പോയിട്ട് തല്ലുകൊണ്ടെന്ന് കേട്ടല്ലോ. ചേട്ടാ എന്ത് കുഴപ്പമില്ല. ഞാൻ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ തിയേറ്ററിന്റെ ഉള്ളിൽ കയറിപ്പോ അതൊരുത്തല്ലേ മൊത്തം ഇരുട്ടാണ്. ഞാൻ ചെന്നിരുന്ന ഒരു പെണ്ണിന്റെ മടിയിൽ അവളുള്ള ഭർത്താവ് കൂടിയിട്ട് എടുത്തിട്ട് പണിക്കത്തൂടാ. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു സിനിമ തിയേറ്ററിൽ കയറി ചെല്ലുമ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം ഇരുട്ടായിരിക്കും. അപ്പൊ സീറ്റിൽ തപ്പി നോക്കിയിട്ട് ഇവിടെ ഇരിക്കാം. തപ്പി അതാ പ്രശ്നം. വേണ്ടാത്ത നിങ്ങൾ എന്ത് മനുഷ്യനാണ്? നിങ്ങളുടെ നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇവിടെ വെച്ച സ്വന്തം ഭാര്യ നാണക്കേടല്ലേ? ഞാൻ കിട്ടിയത് തുറന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. കിട്ടിയിട്ട് മുണ്ടാണ്ട് നടക്കുന്ന അത്ര ആൾക്കാരുടെ കൂട്ടത്തിൽ എനിക്കറിയാം. ഫ്രണ്ടിലേക്ക് ക്രിക്കറ്റ് മൊബൈലിലൊക്കെ പിടിക്കും. അല്ല ചേട്ടാ, അതൊക്കെ പോട്ടെ. എന്താണ് ചേട്ടന്റെ ശരിക്കുള്ള പ്രശ്നം? അവൾക്കൊരു ഫോൺ വേണമെന്നോ? അങ്ങനെ ഞാൻ കുടുംബശ്രീയിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് അവൾക്കൊരു വലിയ ഫോണൊക്കെ വാങ്ങി കൊടുത്തു. ഈ ഫോൺ വാങ്ങി കൊടുത്തപ്പോ അവളിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇടാൻ തുടങ്ങിയില്ലേ. സാധാരണ ഞാനൊക്കെ ഒരു ഫോട്ടോ എനിക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. ഒരാളെനിക്ക് ഒരു ലൈക്കോ കമന്റോ തരില്ല. അത് അവിടെ കിടന്ന് പട്ടി കടിച്ചു കൊണ്ടുപോയാലും ആരും ലൈക്കോ കമന്റ് തരില്ല. പക്ഷെ അവൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ 2 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും കമന്റുകൾ. അടിപൊളി, എവിടെയാണ് സൂപ്പർ സൂപ്പറിന്റെ ആടൊക്കെ കിടക്കുന്നത് കാണാം. നമ്മുടെ മംഗള എക്സ്പ്രസിന്റെ ബോഗി പോലെ അങ്ങ് പോട്ടെ. ഇതൊക്കെ കഴിഞ്ഞൊന്ന് സമാധാനിക്കാൻ വേണ്ടി ഞാൻ അവളെ വിളിക്കും. അപ്പൊ എന്താ കേൾക്കുന്നത്? നിങ്ങളിപ്പോ ക്യൂവിലാണ്. എന്താണ്? നിങ്ങളിപ്പോ ക്യൂവിലാണ്. ചേട്ടാ ലൈൻ ബിസി ആയിരിക്കും, അതുകൊണ്ടാണ് ക്യൂവിലാണെന്ന് പറയണേ. സംഭവിക്കറിയാം. ഒറ്റ കാര്യം അറിയുണ്ട്. എന്താണ്? ഞാൻ ഈ ക്യൂവിൽ എത്രാമതാണ്? എന്റെ ഫ്രണ്ടിൽ എത്ര പേരുണ്ട്, എന്റെ ബാക്കിൽ എത്ര പേരുണ്ട്? അത് ഞാൻ ഈ ക്യൂവിലില്ലേ. അതെ, നിങ്ങളുടെ പ്രശ്നം എന്താ പറയാ? എനിക്ക് കള്ളു കുടിച്ച് സംശയരോഗം വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇനി കള്ളു കുടിക്കരുതെന്ന് ഇവിടെ വെച്ച് ശപഥം ചെയ്യാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ കള്ള് മദ്യം എന്ന് പറയുന്നത് ചെകുത്താന്റെ മൂത്രമാണ്, കുടിക്കരുത്. ഈ മദ്യം എന്ന് പറയുന്നുണ്ടല്ലോ, ചെകുത്താന്റെ മൂത്രമാണ്, അത് കുടിക്കരുത്. നമ്മുടെ ഈ ലോകത്ത് എത്ര ബാറുണ്ട്, എത്ര ബീവറേജ് ഉണ്ട്. ഇത്ര അധികം മൂത്രം ഒഴിച്ചു വെക്കാൻ ഈ ചെകുത്താന്റെ മൂത്രത്തിന്റെ എന്താ മുല്ലപ്പെരിയാർ ഡാം? നിങ്ങളുടെ പ്രശ്നം ഇത് തന്നെയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനാണ് ചേച്ചിയുടെ അനിയനെ പിടിച്ച് തട്ടിയത്? നിങ്ങളുടെ സ്വന്തം അളിയനെ. എന്താണ്? എന്താ? എന്റെ അളിയൻ അവളുടെ ഉണക്കാങ്ങള. എന്റെ അച്ഛൻ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോ ഞാൻ നെഞ്ഞത്ത് തല്ലിക്കറിയാണ്. എന്റെ അച്ഛനെ എനിക്കൊരു നോക്ക് കാണാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞ് ആ സമയത്ത് എന്റെ ഈ ഉണക്കാളിയാൻ വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ കരയണ്ട, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയാലും ആകാശത്തിൽ നക്ഷത്രമായി വരും, അപ്പൊ കാണാം. ഇത് നമ്മുടെ ഒരു സങ്കല്പല്ലേ, മരിച്ചവർ ആകാശ നക്ഷത്രമായിട്ട് വരുന്നു. മോഹൻലാൽ വരെ പറയുന്നുണ്ട്. ശരിയാണ്. അങ്ങനെ അച്ഛന്റെ അടക്കം
കഴിഞ്ഞ് രാത്രിയായപ്പോ ഞാൻ വീടിന്റെ അകത്തുനിന്ന് ഓടി പുറത്തു വന്ന് ആകാശത്തേക്ക് നോക്കി എന്റെ അച്ഛനോട് കാണാൻ നോക്കിയപ്പോ എന്താ ആകാശം നിറയെ നക്ഷത്രം. അപ്പൊ ആ ഉദ്ദേശിച്ച് ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവനല്ല എന്നല്ലേ. ഞാൻ എന്ത് പറഞ്ഞു ശരിയാക്കാൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യും. നമ്മുടെ ഇവിടുത്തെ കമ്പനിയുടെ വക ചെറിയൊരു സമ്മാന പദ്ധതി ഉണ്ട്, അതിലേക്ക് ഒരു ചോദ്യം. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അത് അവരല്ല വയസ്സാകാലത്ത് നമുക്കുണ്ടാവുള്ളൂ, അത്ര ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, ചേട്ടൻ സങ്കല്പിക്കാം. ചേട്ടൻ ഒരു ദിവസം ചേച്ചിയെ കൂട്ടാതെ ഗോവയ്ക്ക് ടൂറ് പോയി. അങ്ങനെ ചേട്ടൻ അവിടെ ഗോവയിൽ പോയി, അവിടെ കടലും കപ്പിൾസിനെ ഒക്കെ കണ്ടപ്പോ ചേട്ടൻ ചേച്ചിയെ വല്ലാണ്ട് മിസ് ചെയ്തു. അങ്ങനെ വിഷമിച്ച് ചേട്ടൻ അങ്ങനെ റൂമിൽ വന്ന് കയറി നോക്കുമ്പോ ചേട്ടന്റെ റൂമിലെ ബെഡിൽ അതാ ചേച്ചി വന്നിരിക്കുന്നു. എന്തായിരിക്കും ചേട്ടന്റെ മാനസികാവസ്ഥ? വീട്ടിൽ ഊണും അടുത്ത് ഹോട്ടലിൽ ചെന്നപ്പോ ഹോട്ടലിൽ എഴുതി വെച്ചിരിക്കുന്നു വീട്ടിൽ ഊണ് ആരെങ്കിലും കഴിക്കുമോ? നീ കഴിക്കുമോ? ഞാൻ കഴിക്കില്ല. നാളെ എനിക്ക് കുഴമെന്ന് ചേട്ടൻ പാടും. പാടി കഴിഞ്ഞപ്പോ തന്നെ അവിടുത്തെ കമ്മിറ്റിക്കാരും നാട്ടുകാരും എന്നെ എടുത്തോണ്ട് പോയിട്ട് എനിക്ക് വെള്ളം, സോഡ, ജ്യൂസ്, സകല വെള്ളമായി തന്നു. അത്രയും ഗംഭീരായ പരിപാടി. അങ്ങനെ ഞാൻ വിചാരിച്ചപ്പോ എന്നെ അവിടെ പറഞ്ഞു കേട്ടത് ആ നാട്ടിൽ കോഴിയെ കൊല്ലം എന്റെ മുമ്പ് വെള്ളം കൊടുക്കുന്ന പരിപാടി. അതറിഞ്ഞപ്പോ തന്നെ ഞാനൊന്ന് നോക്കി. അതുകൊണ്ട് പറയാനും നല്ല രീതിയിൽ നീ പാട്ട് പാടുകയുള്ളൂ കേട്ടോ. അതെന്തിനിപ്പോ എന്നോട് പറയേണ്ട ആവശ്യം? ഇവിടത്തെ കമ്മിറ്റിക്കാര് സോഡയും ജ്യൂസൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഇനി നല്ലൊരു പാട്ട് പാടി ഞാൻ പാടിക്കോളാം. നമ്മുടെ കുട്ടികൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്ന പാട്ട് പാടിക്കോ, അവര് വന്ന് ഡാൻസ് കളിക്കട്ടെ. കുട്ടികൾ കേട്ടെ ഒന്ന് വന്നരുത്, നമ്മുടെ അടിപൊളി അങ്ങോട്ട് കയറിപ്പോ ഞാൻ പാടിക്കോളാം. എന്റെ പൊന്നെ, ഒരു കയ്യടി കൊടുത്തങ്ങോട്ട് വിടും, ഇനി തിരിച്ചു വരില്ല. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ.
എന്തോ ഒരു ടെക്നിക്കൽ ഡിഫക്റ്റ് ആണോ എന്ന് വിചാരിക്കുന്നത്. ഒന്ന് കൈയടിച്ചൊരു ഉഷാറാക്കാൻ. താങ്ക് യു. ഇനി വീണ്ടും ആ കുടിയനായി വന്ന കലാകാരനെ ഒന്നുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുടിയനല്ലാതെ അദ്ദേഹം കലാകാരൻ രതീഷ്. നമ്മളെല്ലാവരും കണ്ട് ആസ്വദിച്ച മഴവിൽ മനോരമയിലെ നമ്മുടെ പാഷണം ഷാജിയെ ആദ്യമായിട്ട് കാണുന്ന ആ കോമഡി ഫെസ്റ്റിവൽ എന്നുള്ള സീസൺ 1 ടീം കൊച്ചിൻ വാരിയേഴ്സിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. നമ്മുടെ പാലക്കാടൻ ഭാഷ മനോഹരമായി കൈകാര്യം ചെയ്ത സസി മണ്ടൂരി എന്നുള്ള കഥാപാത്രമൊക്കെ കൈകാര്യം ചെയ്ത കലാകാരനാണ്. ഒരു നല്ല കൈയടി കൊടുക്കുന്ന വിജയത്തിന്. ഓക്കെ ദേശം, എന്തായാലും ഞാൻ പൊക്കൊക്കെ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും പാലക്കാടുകാരാണ്, നിങ്ങൾ തൃശ്ശൂരുകാരനാണ്. അപ്പൊ പാലക്കാടൻ ഭാഷ നന്നായിട്ട് ചെയ്യുമല്ലോ. ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ടൊന്നും ഞാൻ ഇവിടെ പറയുന്നത് കേട്ട് ചെയ്യുന്നതാണ്. അത്ര കറക്റ്റാന്ന് എനിക്ക് അറിയാം. അങ്ങനെ അതൊരു സ്കിറ്റിന് വേണ്ടി ചെയ്യുന്നത്. എന്നാലും ഓക്കെ, നമുക്ക് സസി മണ്ടൂരിനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ചാലോ? ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു നാട്ടിലെ താരം എന്നുള്ള ഒരു പരിപാടി നടക്കാം. അപ്പൊ ആൾ കയറുമെന്നാണ്. റെഡി? അപ്പൊ തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നാട്ടിലെ താരം എന്നുള്ള പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ നാട്ടിലെ നമ്മുടെ നാട്ടിലെ താരങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹലോ, എന്ത് പരിപാടി? എന്റെ പേര് ശശി. ഞാൻ പാലക്കാട് മുണ്ടൂരി എന്ന് പറഞ്ഞ സ്ഥലത്തിന് വരികയാണേ. ഞാൻ അതല്ല ചോദിച്ചത്, അവിടെ എന്താ ഒരു ബഹളം? അവിടെ ഒരു പെണ്ണ് കുളിക്കുമ്പോൾ ആരെ നോക്കിയുമ്പോ ഫോട്ടോ എടുക്കുന്ന ഭയങ്കര ബഹളം. അതിന് നിങ്ങൾ എന്തിനാ പേടിക്കണം? അവര് എന്റെ പേര് പറയുമോന്ന് എന്റെ പേടി. നിങ്ങളുടെ പേര് പറഞ്ഞാ ഇനി ഞാൻ ആവർത്തിക്കില്ലാന്ന് പറഞ്ഞാൽ മതി. ഇത് ശരി, വേണ്ടാത്ത പരിപാടിക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നാട്ടിലെ താരം എന്നുള്ളൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ താരങ്ങളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടന് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? ആസായിട്ട് നടന്മാരെ കുറഞ്ഞെടുക്കും. നടന്മാരുടെ കുടലെടുക്കും. കുടലല്ല കുട്ടി, കുറഞ്ഞ സൗണ്ട് ആസായിട്ട് കാണിക്കും. സൗണ്ട് ചെയ്യും. ഓക്കെ, ആദ്യമായിട്ട് ആരും ചെയ്യണോന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് മറ്റാരല്ല. ഇത് കാണിക്കുമ്പോൾ മറ്റാരല്ല, ശശി മുണ്ടൂരി. എന്റെ പൊന്നി ചേട്ടാ, ആരുടെ ശബ്ദമാണ് ചെയ്യാൻ പോണേ? ഞാൻ കാണിക്കുന്നത് മോഹൻലാലിന്റെ സൗണ്ട്. മോഹൻലാലാ ചെയ്യും. പാലക്കാട് മുണ്ടൂരി കാണിച്ച ആൾക്കാർ ഭയങ്കര കൈകടിയാണ്. ആണോ? ഓക്കെ, അപ്പൊ നല്ലൊരു കടിയെടുക്കാൻ വേദിയിലേക്ക് എത്തുകയാണ് നമ്മുടെ സ്വന്തം പത്മശ്രീ ഭാരത് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. ഇത് കാണിക്കുമ്പോൾ മറ്റാരല്ല, ശശി മുണ്ടൂരി. അത് ഞാൻ പറഞ്ഞു, മോഹൻലാൽ. ഓക്കെ, മോഹൻലാൽ വേദിയിൽ എത്തുകയാണ്. ഇത് കാണിക്കുമ്പോൾ ഞാനല്ല മാനായിട്ട് വരുമ്പോ മറ്റു സംഘമാണ്. മോഹൻലാൽ വരുമ്പോ മറ്റേ മ്യൂസിക് വേണം. മ്യൂസിക് ഇടണം. അത് ഞാൻ അത് ഇട്ടാലാണ് വരാൻ പറ്റുള്ളൂ. ഓക്കെ, മ്യൂസിക് ഇടണം. ഇത് കാണിക്കുമ്പോൾ മ്യൂസിക്. ഇവിടെ വരുന്നത് മോഹൻലാലാണ്, അല്ലാതെ ദിനോസറല്ല. അത്ര സൗണ്ട് വേണ്ട. ഇത് കാണിക്കാൻ സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് ചെന്ന് കയറിയത് കുട്ടിയെ നരിന്റെ മടയിൽ നരിക്കേണ്ട പോലെ കയറണം. പൊറോട്ട കയറുന്ന പോലെ കയറിയത് സംഭവം പറയാതെ. ഇത് ആരെങ്കിലും കണ്ടിരുന്ന മോഹൻലാൽ കണ്ടോ? ഒരു മോഹൻലാൽ എന്ത് പറഞ്ഞു? അങ്ങനെ പറ്റുന്ന സസിയേ ശരിക്കും ഞങ്ങൾക്കും തോന്നി. ഇവിടെ ചേട്ടൻ എന്താണ് ജോലി? എനിക്ക് വലിയ വലിയ പഴത്തൊക്കെ മുകളിൽ കയറി കള്ളി എത്തനാണ് പണിയായി. കള്ളി എത്തനാണ്? അപ്പൊ ചേട്ടൻ തോന്നാൻ നിറയെ കല്ലിട്ടു. പിന്നെ കള്ളു കുറിച്ച് മരിക്കാം. അത്രയും കല്ലുണ്ടോ? അത്ര അധികം കല്ലിന്റെ എല്ലാ ആളുകളും പക്ഷേ പെട്ടെന്ന് അതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് കുറെ കാലങ്ങളിൽ സംശയമുണ്ട്, എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും. ഈ പനയിൽ കയറുന്നതാണോ പനയിൽ ഇറങ്ങുന്നതാണോ കഷ്ടം? പനപ്പോ കയറാനല്ല ബുദ്ധിമുട്ട്, ഇറങ്ങാനല്ല. അവിടുന്ന് വീട് കഴിഞ്ഞാൽ നീച്ച് പോകാനും ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ശശി മണ്ടൂർ നിങ്ങളുടെ റേഡിയോ ചേട്ടൻ തൃശ്ശൂരുകാരനാണ്. ഈ തൃശ്ശൂരുകാർ എല്ലാ കാര്യങ്ങളും വളരെ ഷോർട്ടായിട്ട് പറയുന്ന ആൾക്കാരാണ്. തൃശ്ശൂർകാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ഷോർട്ടാക്കി പെട്ടെന്ന് പൂരത്തിന് വെടികെട്ട് പൊട്ടുന്ന പോലെ പറയുമോ? അങ്ങനെ പെട്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അതായത് KSRTC ബസ് നിയന്ത്രണം വിട്ട് കനാലിൽ വീണു. ഇതൊന്ന് ഷോർട്ടാക്കി പറയോ? KSRTC ബസ് നിയന്ത്രണം വിട്ട് കനാലിൽ വീണു. ആനവണ്ടി ചങ്ങലു തിരിച്ചോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും രജിഷയുടെ വന്ന സ്ഥിതിക്ക് മിമിക്രി ആർട്ടിസ്റ്റാണ്. കൊച്ചിൻ കലാഭവൻ, കൊച്ചിൻ ഗിന്നസ് പോലെയുള്ള ട്രൂപ്പുകളിലൊക്കെ കളിച്ചിട്ടുള്ള ആർട്ടിസ്റ്റാണ്. രണ്ട് താരങ്ങൾ ശബ്ദം ചെയ്യാൻ പറ്റും. രണ്ട് താരങ്ങൾ ഞാൻ നമ്മുടെ ജാഫർ ഇടിക്കുന്ന എല്ലാം സ്വന്തം ജാഫർക്ക് വരും. ജാഫർ ഖാൻ അറിയായിരിക്കും അല്ലേ? ജാഫർ ഇടിക്കും. പടച്ചോനെ എന്നൊക്കെ പറഞ്ഞ ഭാരവതിന്റെ ചുമ്മാ കള്ളം കൊടുത്തേക്കുന്നത് ഡബിളടിച്ചോളേ. കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഓരഞ്ച് ഇരഞ്ച് മൂവഞ്ച് ഓറഞ്ച് ഓറഞ്ചോ ഞാൻ എന്നൊക്കെ പറയണ. ഞാനെന്നാ പറയുന്നത് എനിക്കെന്നാ പറഞ്ഞ എന്താണ്. ഇനി ഒറ്റ കാര്യം പഠിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട മറിമായം എന്ന സീരിയലിലൂടെ ശ്രദ്ധേയനായ നമ്മുടെ നിയാസ് ബക്കർ. ഈ ചക്കൻ പറയുന്നു അച്ചോ അവിടെ കാണിച്ച് ആൾക്കാർ പറയാതെ ഇവിടെ കാണിക്കണ്ട, അങ്ങോട്ട് കൊണ്ടുപോയിക്കൊള്ളാന്ന്. എന്തൊക്കെ ഈ ചക്കൻ പറയുന്നത് എനിക്കൊരു പിടി കിട്ടുന്നില്ല. മാനിയ ഞാൻ പോട്ടെ അന്ന് ഞാൻ ഇവിടെ കണ്ടോട്ടോ. ഒരാളെ കൂടി ചെയ്തിട്ട് പോയാൽ മതി. നമുക്ക് എല്ലാവർക്കും പ്രിയകരനായ താരം സുരാജ് വഞ്ഞാറുകൂടിനെ നന്നായിട്ട് അനുകരിക്കുന്ന ഒരു കലാകാരനാണ് സുരാജ്. എടാ ഒന്നും പറയണ്ട,
ചിക്കൻ കുറിയെ പേടിച്ച് ഡെണ്ടിക്കലുള്ള മാമന്റെ വീട്ടിൽ പോയതാണ്. അവിടെ വെച്ച് കാളെ കുത്തിമറിച്ചു. കൊതുകിനെ പേടിച്ച് കാളക്ക് ജീവനർപ്പിച്ച ആ പാവം മനസ്സിന് വേണമെങ്കിൽ ഒരു നോക്കു കണ്ടോളൂ. പിന്നെ ചിരിക്കരുത്. എന്തോ എങ്ങനെ താങ്ക് യു. ഓക്കെ, നല്ലൊരു ഗൈഡ് കൊടുത്തു രതീഷ് പറഞ്ഞോളൂ. ഇനി എനിക്കും മിമിക്രിയാണ് പണി, ശരിക്കും പാട്ടുകാരനല്ല. അപ്പോൾ കുറച്ച് താരങ്ങളുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് മലയാള സിനിമയിൽ നമ്മുടെ പ്രേമം എന്ന ചിത്രത്തിലൂടെ വന്ന ഒരു താരം അദ്ദേഹം. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു താരമാണ്. പ്രേമത്തിലൂടെ ശ്രദ്ധിച്ചൊരു താരം വിമൽ സാർ എന്ന കഥാപാത്രത്തെ ചെയ്ത വിനയ് ഫോർട്ട്. അദ്ദേഹത്തിന്റെ പ്രേമത്തിലൂടെ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ഏതാണ്? ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലെ? വളരെ സേഫ് ആണ്. മനസ്സിലാവുന്നുള്ളത് അഞ്ജലി മനസ്സിലായില്ലെങ്കിൽ പറയണം. എല്ലാവരും മനസ്സിലായില്ലെങ്കിൽ പറയണം. നിങ്ങളുടെ ടെക്സ്റ്റ് 25-ാമത്തെ പേജിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു പൂച്ചയും പുറത്തിറച്ചിരിക്കുന്ന ഒരു പട്ടിയുടെ ഫോട്ടോ ആണ്. അതൊന്നും ആർക്കും മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല. താങ്ക് യു വെരി മച്ച്. അതിൽ തന്നെ ഒരു PT മാഷ് ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ഇല്ലാത്ത ചിത്രങ്ങളില്ല. പിന്നീട് മഹേഷിന്റെ പ്രതികാരത്തിൽ അദ്ദേഹം കയറി വന്നു. ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത സൗബിൻ സാഹിർ. അദ്ദേഹത്തിന്റെ മഹേഷിന്റെ പ്രതികാരത്തിലെ ഒരു ഡയലോഗ്. ഡിങ്കോൾഫി അല്ലേ, എനിക്ക് ചീപ്പാണ് ഡിഷ് ബേബി മുത്തല്ലേ പേച്ചിട്ട ബെൻഡോണമെന്റ് ചന്തിക്ക് പടക്കം വെച്ച് കൊണ്ടിരിക്കുന്ന സാരി കഷ്ണം നാടെടുത്തത് ഇന്ത്യ പറ്റില്ലേ, പേടിക്കണ്ട, ഒരു കുഴപ്പമുണ്ടാകൂല. ജ്യൂസ് 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 കുമ്പട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കുമ്പട്ടിക്ക ജ്യൂസ് കുടിക്കണല്ലേ, നല്ല. അതുപോലെ മലയാള സിനിമയിൽ നായകനായി തുടങ്ങി ഇന്ന് ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായി മാറിയ പത്മശ്രീ കമൽഹാസൻ അദ്ദേഹം അഭിനയിച്ച ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനത്തിന്റെ തുടക്കം, അതായത് കമൽഹാസൻ, ജാനകിയമ്മ എന്നിവരാണ് ഇതിൽ ശബ്ദം നൽകിയിരിക്കുന്നത്. ഗുണ കൺമണി അൻപോട് കാതലൻ നാം എളുപ്പം കടിതമായിരിക്കണം പാടി. കൺമണി അൻപോട് കാതലൻ എഴുതും കടിതമേ. பிரணாமோ கவிதாசத்தை கண்மணி சொன்னது. பொன்மணி அமைப்பு, பொன்மணி வீட்டில் சௌக்கியமா, எனக்கு இங்கு சௌக்கியம். பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே. ஒரு நினச்சி பார்க்கும்போது மனசில் கொஞ்சம் மாறிக்கொட்டது. ஆனால் எழுத நினச்ச வார்த்தை அதான். உன்னை எண்ணி பார்க்கையில் கவிதை கொட்டதே, அதை எழுத நினைக்கையில் வார்த்தை முட்டதே. അതുപോലെ വിജയ് ഫാൻസ് എത്ര പേരുണ്ട്? കൈ പൊക്കില്ല, കൈ അടിക്കണം. ഇളയതളപതി വിജയ് അദ്ദേഹത്തിന്റെ വസീകര എന്നുള്ള ചിത്രത്തിലെ ഒരു ഡയലോഗ്. இந்த பாரு சந்தியா, எனக்கு இந்த மாதிரி டெஸ்ட் இங்கிலீஷ்ல பேசுகிறேன். அழகான தமிழ் தெளிவாக சொல்லி கேட்டுக்க. நட்புங்கிறது லேபர் கண்டு புக் மாதிரி, அது யார் வேணாலும் படிச்சுக்கணும். ஆனால் காதலுங்கிறது அவங்க டயர் மாதிரி. அதை கொண்ட லேபிள் வச்சு அடுத்தவங்க படிச்சா அசிங்கமாயிடும். என்ன வரட்டுங்கன்னா சூர்யா ஃபேன்ஸ் தான். அனைவருக்கும் வணக்கம், எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? நாங்க சூர்யா பேசுறேன். இந்த பாரு மேடால வந்து இப்படி எல்லாம் பேசுறதுக்கு ரொம்ப பெருமையா இருக்கு. താങ്ക് യു. അതുപോലെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം, രമേശ് പിഷാരടി എന്നുള്ള മഹാൻ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈം എന്നുള്ള പരിപാടിയിൽ പാലക്കാടൻ ഭാഷ അവതരിപ്പിച്ച് കുറച്ച് ആളുകൾ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാടൻ ഭാഷയുടെ ഒരു ശൈലി ഞാനിവിടെ അവതരിപ്പിക്കണം. അതായത് നമ്മുടെ മലയാള സിനിമയിൽ ഒരു കാലത്ത് സൂപ്പർ ഡയലോഗുകളൊക്കെ ചെയ്തു വന്ന നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയും ശോഭനയും മോഹൻലാലും തകർത്ത് അഭിനയിച്ച മണിച്ചിത്ര താഴെ എന്നുള്ള ചിത്രത്തിലെ രംഗം. ശോഭന എങ്ങോട്ടോ പോകാനായി ഡ്രസ്സ് മാറി നിൽക്കുന്നു. സുരേഷ് ഗോപി ഒന്ന് ചോദിക്കുന്നു, ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അപ്പൊ ശോഭന പറയുന്നു, അതുകൊള്ള ഞാനൊന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ അവരോടൊക്കെ പോണേന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ ഞാൻ കൂടെ പോയത്? നിന്നോട് ഞാനിപ്പോ പോണ്ടെന്ന് പറഞ്ഞേ. അതെന്താ ഞാൻ കൂടെ പോയത്? പോണ്ടെന്നല്ല പറഞ്ഞേ. പിന്നെ വീടുമാടയിൽ വരുന്ന പ്രശസ്തമായ ഡയലോഗ്. ഇത് നമ്മുടെ സ്വന്തം പാലക്കാടൻ ഭാഷയിൽ ചിത്രീകരിച്ചാൽ എങ്ങനെയുണ്ടാവും? അപ്പൊ നമ്മൾ സാധാരണ ഗംഗ എന്ന പേരിടില്ല. അതുപോലെ ഒരു പേര് ഞാൻ ഇടാൻ പോകണം, തങ്ക എന്നാക്കാൻ പോകും. ഇപ്പൊ കഥാനായിക തങ്ക ഡ്രസ്സ് മാറിയിരിക്കുന്നു. കഥാനായകൻ വന്ന് ചോദിക്കുന്നു, തങ്ക നീ അവിടെ ചണ്ടി? അപ്പൊ തങ്ക പറയുന്നു, അയ്യേ നീ ഇപ്പൊ പോണ്ട. എന്താ ഈ പാവിക്കാരൻ? ഞാൻ നിങ്ങളെ കൊണ്ട് പറയാൻ സ്വന്തത്തിനോട് പറഞ്ഞോണ്ട് പോണെന്ന്. നിന്നെ കൊണ്ട് പോണ്ട പറഞ്ഞു, പോണ്ട അത്രേ ഉള്ളൂ. അവിടെ മനസ്സിലായ വീട്ടിലാ എന്താണ്ടി അപ്പൊ എന്നെ ഇവിടത്തേക്ക് പോകാൻ പറ്റില്ല. എന്താ ഇപ്പൊ എന്റെ പ്രാന്തായ? താങ്ക് യു. ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കാൻ പറയുന്നത്. നിങ്ങൾ ഈ കയ്യടിയൊക്കെ കാണുമ്പോഴാണ്, കാരണം കൃത്യമായിട്ട് ലൈറ്റ് മൊത്തം അടിക്കുമ്പോൾ നിങ്ങളെ കാണാൻ പറ്റുന്നില്ല മുഴുവനായിട്ട്. ഇപ്പം എല്ലാവരുടെയും കയ്യടി കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. ഇനി അവസാനമായിട്ട് 2 താരങ്ങളുടെ ശബ്ദം അനുകരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ്, താരങ്ങളുടെ ശബ്ദത്തിന് മുമ്പ് ഒരു കാര്യം ചെയ്യും. അതായത് നമ്മളെല്ലാവരും ചെയ്യുന്നതും ഒരിക്കലും നമ്മൾ അംഗീകരിക്കാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെയൊക്കെ കൂർക്കം വരി. കൂർക്കം വരിയുടെ കുറച്ച് വ്യത്യാസങ്ങൾ ചെയ്യണം. ആദ്യമായിട്ട്
ഏകദേശം എന്നെ പോലെയൊക്കെയുള്ള നല്ല തടിയുള്ള ആളുകളുടെ കൂർക്കം വലി നല്ല പവറായിരിക്കും ഇപ്പം ഇങ്ങനെ. ആരെങ്കിലും വിളിച്ചാൽ ഇങ്ങനൊരു സാധനം ഉണ്ടാവും. പലരും ചിരി കാണും പറയാം, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മെലിഞ്ഞ ആളുകളുടെ കൂർക്കമ്പലി ഏകദേശം നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ബാബുക്കെ ഉണ്ട്, അദ്ദേഹത്തിനെ പോലെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കൂർക്കമ്പലിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെയുള്ള ആളുകളുടെ കൂർക്കമ്പലി പറ്റുന്ന പോലെ വരികില്ല, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വെച്ച് ചിലപ്പോൾ ജീവനും കൂടി അങ്ങോട്ട് കയറി പോകും. ഇനി ഒരു 10-12 വയസ്സുള്ള കോളേജിലൊക്കെ പോയി തുടങ്ങിയ ആൺകുട്ടികളുടെ കൂർക്കമ്പലി, നമ്മൾ ഈ പകൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉറക്കത്തിൽ അറിയുന്ന ഓർമ്മ വരും. അപ്പോൾ ആൺകുട്ടികളുടെ കൂർക്കമ്പലി ചേച്ചിമാർ ഗംഭീര ചിരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതേപോലെ പെൺകുട്ടികളുടെ കൂർക്കമ്പലി, ഒരു 10-12 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളുടെ കൂർക്കമ്പലിയാണ്. നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഒന്ന് കൈയ്യടി ചേർന്ന് അവരുടെ കൂർക്കമ്പലി. റെഡി, തുടങ്ങാം. എന്തൊരു ശ്മശാനം മുകളിൽ. ഓക്കെ, അടുത്തത് തമാശയ്ക്ക് ചെയ്തതാണ്, സീരിയസ് ആയി എടുക്കരുത്, കുറച്ച് നേരം ഒന്ന് ചിരിക്കാൻ വേണ്ടി ചെയ്തുന്നുള്ളൂ. ഇനി അവസാനം 2 താരങ്ങളുടെ ശബ്ദം കൂടി ചെയ്യാൻ പോകണം. അതായത് നമ്മുടെ മലയാള സിനിമയിൽ സൂപ്പർ ഡയലോഗുകളോടെ സൂപ്പർ താരമായി മാറിയ താരമാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് അങ്ങനെയുള്ള റോഡുകളിൽ നിന്നൊന്ന് മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കാൻ തോന്നുന്നു മറ്റൊരു താരം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡയലോഗ് പറഞ്ഞ് കയറി വരാൻ ശ്രമിക്കുകയുണ്ടായി. അത് മറ്റാരുമല്ല, അതാരാണെന്ന് ഞാൻ വേണമെങ്കിൽ ക്ലൂ തരാമെന്ന് പറയണേ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചന, ഗാനങ്ങൾ, ആലാപനം, കറുത്ത കോഴി, വെളുത്ത മുട്ട. ആരാ? എന്നോടാണോ ചോദിക്കണേ? സന്തോഷ് പണ്ഡിതിന്റെ ഫാൻ ഇവിടെ ഇരിക്കുന്നല്ലോ. ഓക്കെ, സന്തോഷ് പണ്ഡിത് അദ്ദേഹം ഒരുപാട് ഡയലോഗ് പറഞ്ഞത് നമ്മളെ എല്ലാവരും ആദ്യമൊക്കെ അദ്ദേഹത്തെ കളിയാക്കിയെങ്കിൽ കൂടെ അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും സന്തോഷ് പണ്ഡിതും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഡയലോഗിലുള്ള വ്യത്യാസമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. സുരേഷ് ഗോപിയുടെ കമ്മീഷണർ എന്ന ചിത്രത്തിലെ പഴയ ഡയലോഗുകൾ തുറക്കുന്നു, പണ്ഡിത്തിന്റെ ഇപ്പോഴത്തെ ഡയലോഗിൽ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡയലോഗിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. കമ്മീഷണറിലെ പഴയ ഡയലോഗ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അഭേദ്യം പക്ഷിച്ച് ആശ്രമത്തി വാനം ചുണ്ടിക്കുന്ന തന്നെ എനിക്ക് അപേക്ഷയില്ല. ഒരു കോടി നിരക്കാൻ പദ്ധതി മുട്ടേക്കാൻ തെറ്റിയിരിക്കുന്നത് ആകാശം ക്ഷീണിക്കാൻ നോക്കരുത്. പാനിപ്പാലും മാറ്റി തൊണ്ട കൂട്ടിയിട്ട് ഈ കൈയുടെ ഉള്ളൂ. താങ്ക് യു. ഓക്കെ പ്രിയമുള്ളവരെ, ഇനി ഇതിന് ശേഷം നല്ല ഗംഭീര പരിപാടികളൊക്കെ നടക്കാൻ പോവുകയാണ്. മഴ പെയ്യുമോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എന്തായാലും ഒരു അടിപൊളി പാട്ടും കൂടി പാടിയിട്ട് അങ്ങോട്ട് പിൻവാങ്ങുകയാണ്. നമുക്ക് ഒരുപാട് താരങ്ങൾ നമ്മളെല്ലാവരെയും വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കൂടി ഒരു താരത്തിൻ്റെ പേര് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇന്നും വിങ്ങലാണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ്റെ കുറച്ച് ഗാനങ്ങൾ കോർത്തിണയുള്ള ഒരു ചെയിൻ സോങ്ങോടുകൂടി ഞങ്ങളുടെ ഈ ഒരു ചെറിയ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു ചോദ്യം, ഞങ്ങളുടെ ഈ പരിപാടി ഞങ്ങൾ രണ്ടുപേരും അവതരിപ്പിച്ച് ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ ഒരു കൈയ്യടി, നല്ലൊരു പടക്കം പൊടുന്ന കൈയ്യടി എന്നാൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു ചെയിൻ സോങ്ങോടുകൂടി ഞങ്ങൾ ഈ വേദിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. അതിനുശേഷം വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മണിച്ചേട്ടൻ്റെ ഒരു ചെയിൻ സോങ്ങിലേക്ക്. കണ്ണിമകൾ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പൊന്നാരേ, മാമ്പഴമാകട്ടെ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ രണ്ട് കലാകാരന്മാരുടെ വകയായിട്ട്. അതുപോലെ നമ്മുടെ സൗണ്ട് കൈകാര്യം ചെയ്തു സൗണ്ട് എഞ്ചിനീയർ ബാബുക്ക. ഇനിയും നല്ല ഗംഭീര പരിപാടികൾ വരികയാണ്. എല്ലാവരോടും നന്ദി. ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് അവതരിപ്പിക്കുന്നത് കുമാരി സാൻഡ്ര ഷിബുവാണ്. കഴിഞ്ഞ 14 വർഷമായി വയലിനിൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ SRV കോളേജ് തൃശ്ശൂർ BA സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് വയലിനിൽ. ഒരുപാട് TV ഷോകളിൽ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വിജയ് സൂപ്പർ TVയിലും ഫ്ലവേഴ്സിൻ്റെ കോമഡി ഉത്സവത്തിലും നമ്മൾ പരിചയപ്പെടുന്ന ഒരുപാട് അത് വൈറലായ വീഡിയോസാണ്. എല്ലാവരുടെയും ഒരു കൈയോടുകൂടി നമുക്ക് ഈ ബാൻഡ് തുടങ്ങാം. സാൻഡ്ര ജസ്റ്റ് റോക്ക്. യെസ് എവരിബഡി. എന്തായാലും നമ്മളങ്ങോട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു 2 മണിക്കൂർ നമുക്ക് എല്ലാവർക്കും ചേർന്ന് എണീറ്റ് നിന്ന് ഡാൻസ് ചെയ്ത് നമ്മുടെ ബാക്ക് സൈഡ് ടീംസ് ഒക്കെ റെഡി അല്ലേ? യാ, ഞങ്ങളിവിടെ കാണുന്നുണ്ടായി നമ്മുടെ ഒരു ബ്രദറോട് പാടുമ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്ത് പൊളിച്ചിട്ട് ആ ഒരു മൂഡാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തായാലും നല്ലൊരു കീർത്തനത്തോട് കൂടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കൈയൊന്ന് പൊക്കി നല്ലൊരു കൈ തന്നെ.
Thank